നീറ്റ് 2025 എഴുതാൻ പോകുന്ന കുട്ടികളിലെ പാരൻസിനോടാണ് എനിക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. കാരണം നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ നല്ലപോലെ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണിത്. അവർ നന്നായിട്ട് എഫേർട്ട് എടുക്കുമ്പോഴും അവരെ കൊണ്ട് ചിലപ്പോൾ ഒന്ന് പിന്നോട്ടേക്ക് ചിന്തിച്ചു പോകുന്നൊരു സമയം കൂടിയാണ്. ഈ സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങൾ പാരൻസിൻ്റെ ഓരോ ആളുടെയും സപ്പോർട്ടാണ്. നിങ്ങൾ എത്ര കണ്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നു അത്ര കണ്ട് തന്നെയായിരിക്കും അവരുടെ മുന്നോട്ടേക്കുള്ള വിജയം. ഉറപ്പായിട്ടും തുടക്കത്തിൽ അവർ കുറേ വിഷമിച്ചിട്ടുണ്ടാവും. ആ വിഷമത്തിൽ നിന്ന് വീണ്ടും ഹോസ്റ്റലൊക്കെ ആയിട്ട് അഡാപ്റ്റായി അവർ ഈ വർഷം എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പിലും മുന്നോട്ടേക്ക് തുടങ്ങി. ഒന്ന് വീണു പോകുമ്പോഴും നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി തന്നെ അവർ കയറി വന്നു. പക്ഷേ ഈ ഒരു സമയത്ത് കുട്ടികൾ സ്വാഭാവികമായിട്ടൊരു മടുപ്പ് തോന്നുന്നൊരു സമയമാണ്. എല്ലാം കൊണ്ടും അവരോട് തന്നെ ഒന്ന് പിന്നോട്ട് ചിന്തിച്ചു പോകുന്നൊരു സമയം. ഈ സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വാക്കുകളാണ്. എത്ര കണ്ട് നിങ്ങൾ മക്കളെ ചേർത്ത് പിടിക്കുന്നോ അത് തന്നെയായിരിക്കും അവരുടെ റിസൾട്ടിൻ്റെ പിന്നിൽ ഏറ്റവും വലിയൊരു രഹസ്യം. എത്ര കണ്ട് നിങ്ങൾക്ക് അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ ചേർത്ത് പിടിക്കുക. കാരണം ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണെങ്കിലും കുട്ടികൾ ഒരു കോളിംഗ് ഒക്കെ കഴിയുമ്പോൾ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതും ചിലപ്പോൾ 15 മിനിറ്റോ 20 മിനിറ്റോ. അത്രയും സമയം മാത്രം നിങ്ങളോട് സംസാരിക്കുന്ന മക്കളോട് ആ ചെറിയ സമയത്ത് നിങ്ങൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു വാക്കുപോലും സംസാരിക്കാൻ പാടില്ല. അവരെ നല്ല രീതിയിൽ എത്രത്തോളം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുക. ചിലപ്പോഴും മാർക്ക് കുറഞ്ഞു പോകുമ്പം മന്ത്ലി ചിലപ്പോൾ പാരൻസ് വിസിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് മാർക്ക് കുറവല്ലേ, ഈ ആഴ്ച ഞാൻ വരുന്നില്ല, ഈ ആദ്യം മാർക്ക് വാങ്ങിക്കും എന്നിട്ട് ഞാൻ വരാം. ഇതൊന്നും ഒരിക്കലും കുട്ടികളോട് പറയാൻ പാടില്ല കേട്ടോ. അങ്ങനെ അതവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നത്. റൂമിലുള്ള മറ്റു കുട്ടികളുടെ പാരൻസൊക്കെ തന്നെ അവരെ കാണാൻ വരുമ്പോൾ നിങ്ങൾ അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റു തിരക്കുകൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ പറ്റുന്നില്ല ഇങ്ങനെ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര തെറ്റാണത്. ഒരിക്കലും അവരോട് ചെയ്യാൻ പാടില്ല. രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടണം ഓരോ ദിവസവും. അവർക്ക് ഏതാ ദിവസങ്ങളെന്ന് അറിയില്ല, ഇത് ഏതാ ആഴ്ച ചോദിച്ചാൽ അതറിയില്ല, ഏത് ദിവസമാണ് എന്നും ഡേറ്റ് പോലും അവർക്ക് ഓർമ്മയില്ല, മാസം മാത്രം അറിയണ്ടാവും. ചില കുട്ടികൾ നീറ്റിലേക്കുള്ള കണക്കുകൂട്ടൽ നടത്തുന്ന കാരണം ഇത്ര ദിവസം മുന്നോട്ടേക്ക് ഉണ്ടെന്ന് അറിയാം. അല്ലാതെ എല്ലാ ദിവസവും അവർക്ക് ഒന്ന് തന്നെയാണ്, പുതിയതായിട്ടൊന്നുമില്ല. അവരുടെ ഹോസ്റ്റലിൽ രാവിലെ എഴുന്നേക്കും മുതൽ ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും സെയിം കാര്യം റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു 5 ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തോരം മടുപ്പുണ്ടാവും നമുക്ക്. ഇതിനിടയിലാണ് ചിലപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ പോകുമ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളിടുന്ന ആ ഒരു പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടി എന്താ തെറ്റാ ചെയ്യുന്നതെന്നറിയോ? കുട്ടി ഇരുന്ന് പഠിക്കുകയാണ്, ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കുകയാണ്. ലൈഫിൽ അവനെ ഒന്നും അല്ലാതാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പലപ്പോഴും പാരൻസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന ചില സമീപനങ്ങളാണ്. ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഒരിക്കലും പാരൻസിനൊന്നും തോന്നാൻ പാടില്ല. കാരണം ഇതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം പാരൻസ് ഉണ്ടാവാം. ചിലപ്പോൾ 90% ആളുകളും ഇതിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളവരാവാം. പക്ഷേ 10%, ആ 10% പാരൻസ് ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഈ 10% കുട്ടികളും നാളെ റിസൾട്ട് അർഹിക്കുന്നവർ തന്നെയാണ്. അവരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സമയമാണ് അവരിതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 17, 18, 19 വയസ്സുകളിൽ ഈ കുട്ടികൾക്ക് മറ്റ് കോഴ്സുകൾക്ക് വേണേൽ പോകായിരുന്നു, അല്ലെങ്കിൽ കോളേജ് ലൈഫായിട്ട് അടിച്ചു പൊളിച്ച് നടക്കായിരുന്നു, അല്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് അവർക്ക് ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് നിങ്ങളെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യായിരുന്നു. അവർ ആ സമയത്ത് മാറ്റി വെച്ചിട്ട് രാവിലെ എപ്പോഴും അവർ എഴുന്നേക്കുന്നത് 5 മണിയോടുകൂടെ എഴുന്നേക്കുക അല്ലേ. അവരുടെ ദിനചര്യ ഒരു ദിവസം പോലും ആ കുട്ടികൾക്ക് ഒരു ദിവസമെങ്കിലും ഞാനൊന്ന് കൂടുതൽ ഉറങ്ങട്ടെ എന്നാണ് ഏതെങ്കിലും ഹോസ്റ്റലിൽ സമ്മതിക്കുമോ? ഇല്ല. ഇനി നിങ്ങൾ കല്യാണങ്ങൾക്ക് പോകുന്നുണ്ട്, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ ട്രിപ്പ് പോകുന്നുണ്ടാവും, അവരുടെ ഫ്രണ്ട്സ് ഇതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ടാവും, കോളേജുകളിൽ അടിച്ചുപൊളികളുണ്ടാവും, എല്ലാം ഉണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് ഇത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസിന് അവർ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ? അതുമില്ല. അവരിരുന്ന് പഠിത്തം മാത്രമല്ലേ. ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ അവർക്ക് വേണ്ട ഒരു കാര്യം എന്താ അറിയോ? നിങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട്. ഒരു രീതിയിലും നിങ്ങളെടുത്ത് കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒന്നും കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇനി 6 മാസമായി അവർ പഠിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ 5 മാസമായി അവർ പഠിക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് ഇതുവരേക്ക് റിസൾട്ട് ഇമ്പ്രൂവ് ആയിട്ടില്ല. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, ഇത്രയും കാലമായിട്ട് എന്നെ കൊണ്ടൊന്നും ആയില്ലല്ലേ, ഇനി എന്താക്കാനാ? ഇതും അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും കാലമായിട്ട് അവർക്ക് ചിലപ്പോൾ 11th 12th പ്രോപ്പർ ബേസ് ഉണ്ടാവില്ലായിരിക്കും. ആ ബേസ് അവർ ബിൽഡ് ചെയ്തെടുത്ത് അവർ എൻട്രൻസിന് പഠിക്കാൻ പോയപ്പോഴായിരിക്കും. ആ എൻട്രൻസിന് പഠിക്കാൻ പോയപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന ബേസ് ചെയ്യുന്ന അവർ ബിൽഡ് ചെയ്ത് മുന്നോട്ടേക്ക് വരിക. ഇപ്പോഴാണ് അവർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യാൻ പഠിക്കുന്നത്. ആദ്യം കുറേ തിയറി വായിച്ചിരുന്നു, അതുകൊണ്ട് അവർ പിന്നോട്ട് പോയി. ഇപ്പോഴവർ പഠിച്ചു വന്നപ്പോഴവർ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറായി. ഇപ്പോൾ അവർ സെറ്റായി വരികയാണ്. ഇനിയുള്ള 5.5 മാസം കൊണ്ട്
അവർ ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് എത്തും. അതെത്തണമെങ്കിൽ അവരുടെ കയ്യിലുള്ള ആ ഒരു കണ്ടന്റും അവരുണ്ടാക്കിയെടുത്തേക്കുന്ന ഈ കണ്ടന്റുകൾ അവരുടെ മനസ്സിൻ്റെ കോൺഫിഡൻസും മാത്രം പോരാ. അതിൽ ഏറ്റവും വലിയ ഫാക്ടർ നിങ്ങൾ പാരൻസിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. പാരൻസ് കട്ടയ്ക്ക് അവരുടെ കൂടെ അങ്ങോട്ട് നിന്നേക്കുക. നിങ്ങൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഉറപ്പായിട്ടും ഈ നീറ്റിനെ അവർ പുഷ്പം പോലെ അവർ കീഴടക്കിയിട്ട് മുന്നോട്ട് പോകും. ഇപ്പോഴും അവരുടെ മുന്നിൽ ബുദ്ധിമുട്ടുകളുണ്ട്. പലപ്പോഴും ഇതേപോലെ തന്നെയുള്ള സപ്പോർട്ട് കിട്ടാതെ പോകുന്നല്ലോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും. സോ നിങ്ങൾ അവരെ നന്നായിട്ട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ റിസൾട്ട് നാളെ നിങ്ങളുടെ നാട്ടിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ കുട്ടി ഒരു നല്ല റിസൾട്ടുമായിട്ട് വരും. ആ റിസൾട്ടിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആവുക. അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക. അവൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും പാരൻസിൻ്റെ സൈഡിൽ നിന്ന് ചെയ്തു കൊടുക്കുക. അവിടെ മക്കളെ കൂടെ നിർത്തുക. നിങ്ങളൊരു കാര്യം കൂടെ അറിയൂ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞാണ്, ആ കുട്ടിയിൽ ഇതുപോലെ തന്നെ പാരൻസ് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി, പാരൻസ് അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞപ്പോൾ കുട്ടി രാത്രിയിലെ ഉറക്കം കംപ്ലീറ്റ് അങ്ങ് ഒഴിവാക്കി. ആകെ കഷ്ടിമുഷ്ടി 2 മണിക്കൂർ ഉറങ്ങുക. അവസാനം വാർഡനൊക്കെ ചോദിച്ചു, മോളെ ഇങ്ങനെ പഠിച്ചാൽ എങ്ങനെയാണ്? ഈ കുട്ടി സത്യം പറഞ്ഞാൽ ഒരു ബോധമില്ലാത്ത രീതിയിലാണ് നടക്കുന്നുണ്ടാവുക. ക്ലാസ് റൂമിൽ പോയാൽ തന്നെ ഒരുമാതിരി ഇങ്ങനെ അല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുക. അപ്പോൾ പറഞ്ഞത് പാരൻസിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് അത് എപ്പോഴെങ്കിലും ഈ മണ്ടയിൽ കുറേ കാലത്തേക്ക് അത് നിൽക്കുമോ? ഇല്ല. അത് വെറും ഷോർട്ട് ടേം മെമ്മറിയിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോവും. അതൊരു ലോങ് ടേം മെമ്മറിയിൽ കുട്ടികളുടെ കൂടെ ഉണ്ടാവണം എന്നാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഉറക്കം വേണം, നല്ല ഭക്ഷണം വേണം, നല്ല രീതിയിലുള്ള മനസ്സ് വേണം, അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള നിങ്ങൾ വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കുട്ടികൾ ആരും മണ്ടന്മാരല്ല. നമ്മുടെ കുട്ടികൾ ആരെയും വെച്ചിട്ട് നമ്മൾ മറ്റൊരു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാനും പാടില്ല. ചില പാരൻസിൻ്റെ പ്രശ്നം നമ്മുടെ കുട്ടികൾ എത്ര കഷ്ടപ്പെട്ട് എത്ര നല്ല റിസൾട്ട് ഉണ്ടാക്കുമ്പോഴും എല്ലാം ഓൾക്ക് ഈ ആഴ്ചയേക്കാളും നല്ല റിസൾട്ട് ഉണ്ടല്ലോ, അവൾ ഇത്ര നല്ല റാങ്ക് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നിനക്കെന്താ പറ്റാത്ത? സ്കൂളിലൊക്കെ നീ ഓളേക്കാളും ടോപ്പായിരുന്നില്ലേ, അവൾ ഇത്രാമത്തെ വാങ്ങിയല്ലോ. നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല, കുട്ടികൾ നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ പാരൻസ് അത് നോക്കി വെച്ചിട്ടുണ്ട്. ചില പാരൻസ്, വളരെ ചുരുക്കം പാരൻസ്. എന്നിട്ട് കുട്ടീനോട് ഇതൊന്നും സംസാരിക്കാനുള്ള സ്ഥലമല്ല ഈ എൻട്രൻസ് കോച്ചിങ്. നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചിട്ടെ ഒരു 10 ദിവസം ഇരിക്കാൻ പറ്റും? പോട്ടെ, 10 പോയിട്ട് 5 ദിവസം 3 ദിവസം ഇരിക്കാൻ പറ്റുമോ? പറ്റിയല്ല. നിങ്ങളുടെ കുട്ടികൾക്ക് അതുണ്ടോ? നിങ്ങളുടെ കുട്ടികൾക്ക് എന്താ ഉള്ളത്? എന്താ ആഘോഷമുള്ളത്? എന്തെങ്കിലും ഉണ്ടോ അവർക്ക്? ഒന്നുമില്ല അവർക്ക്. പഠിത്തം ഈ ബുക്കുകളിലൂടെ മാത്രം പോവാ. എല്ലാ ദിവസവും കാണുന്ന ഒന്ന് മാത്രം അവരുടെ NCERT ബുക്ക് തിരിച്ചിട്ടും മറച്ചിട്ടും ഇക്വേഷൻസ് ഫോർമുലാസ്, അതിനിടയ്ക്ക് കുറേ കാൽക്കുലേഷൻസ്, ഇതിനിടയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു കൂട്ടം ജന്മങ്ങൾ. ഒന്ന് ചിന്തിച്ചു നോക്കി അവരുടെ അവസ്ഥ. എപ്പോഴാണോ പാരൻസിനെ ചിന്തിക്കാൻ പറ്റുന്നത് അന്ന് മനസ്സിലാക്കുക നമ്മുടെ കുട്ടികളുടെ വില. അവരെ പോലെ എഫേർട്ട് എടുക്കാൻ നമുക്ക് ആർക്കും പറ്റൂല. അവരെ പോലെ തന്നെ കുറേ കുട്ടികളുണ്ട്, മറ്റു പല സ്ട്രീമും പഠിച്ചവരുണ്ട്. ഇനി എന്തിന് സയൻസ് സ്ട്രീം പഠിച്ച തന്നെ കുറേ ആളുകളുണ്ടായിരുന്നു. അതിൽ കുറച്ച് കുട്ടികളെ ഇത് ഓപ്റ്റ് ചെയ്തല്ലോ. അത് തന്നെ അവരത് സ്ട്രിക്റ്റിലൂടെ അവരുടേതായ ആ ചിട്ടവട്ടത്തിലൂടെ ചിലപ്പോൾ ഒരു സപ്പോർട്ടും ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവരിന്ന് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ കുറേ സ്വപ്നം കണ്ടുകൊണ്ടാണ്, അവർ കുറേ ആഗ്രഹിച്ചുകൊണ്ടാണ്. അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അവരുടെ റിസൾട്ടിൻ്റെ ഒപ്പം നിൽക്കുക, അവരുടെ കൂടെ നിന്ന് അവർ പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. അവർ നല്ല റിസൾട്ട് നമുക്ക് തരും. നമുക്ക് അന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാനുള്ള. സോ പാരൻസ്, ഒരു ദിവസമെങ്കിലും നമ്മുടെ കുട്ടീൻ്റെ ഒരു ദിവസത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ആ ഒരു ദിവസം സത്യം പറഞ്ഞാൽ നമ്മൾ വല്ലാതെ പേടിപ്പിക്കും. അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്, അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാടാണ് ഓരോ റിപ്പീറ്ററിൻ്റെ ലൈഫ്. ആ റിപ്പീറ്ററിൻ്റെ ലൈഫ് അറിയാൻ പറ്റിയാലേ നമ്മളവരെ ചേർത്ത് പിടിച്ചു പോകും. നമുക്കേ ആ കഷ്ടപ്പെടുന്നവരെ അവരോട് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് തോന്നിപ്പോകും. അത്ര കണ്ട് എഫേർട്ട് എടുക്കുന്ന കുട്ടികളാണ് റിപ്പീറ്റേഴ്സിനെ മനസ്സിലാക്കാൻ എല്ലാ പാരൻസും ശ്രമിക്കുക. നിങ്ങളുടെ മക്കളെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അവരെടുക്കുന്ന എഫേർട്ടിനെ മനസ്സിലാക്കാൻ ഓരോ പാരൻസും ശ്രമിക്കുക. നാളെ നല്ല റിസൾട്ട് ആകുമ്പോൾ ആ കുട്ടി പറയും അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത എൻ്റെ അച്ഛനും അമ്മയാണ്. അത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസത്തിലേക്ക് നിങ്ങൾ കൂടെ നിൽക്കുക. ഓക്കെ, താങ്ക് യു.